ഹലോ സ്ട്രേഞ്ചർ തിങ് ഫാൻസ്, ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സ്ട്രേഞ്ചർ തിങ്സിൻ്റെ 5ാമത്തെ സീസണിലെ എപ്പിസോഡ് 1 ആണ്. സോ എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ 1983 സീനാണ് കാണിക്കുന്നത്. അപ്സ്റ്റേർഡ് ഡൗണ് അവിടെ നമ്മുടെ ബില്ല് അവൻ്റെ ആ കാസ്റ്റിൽ അവനുണ്ടാക്കിയ ആ കുട്ടിപ്പരയിൽ കിടന്നുറങ്ങുന്നുണ്ട്. സോ അപ്പം അവിടേക്ക് അവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെമോഡോഗ് വരുന്നുണ്ട്. നമ്മുടെ ബില്ലാവട്ടെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗണ്ണ് വെച്ചിട്ട് അതിന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര ഷൂട്ട് ചെയ്തിട്ടും അതിനൊന്നും പറ്റുന്നില്ല. ഇപ്പം നമ്മുടെ വില്ലിൻ്റെ കയ്യിലുള്ള ബുള്ളറ്റൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ അവനവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അവൻ ഓടി ഓടി ഒരു മരത്തിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. പക്ഷേ ആ ഡെമോഡോഗാവട്ടെ അവൻ ഒരിക്കലും വിടാൻ വേണ്ടി ഒരു അവസരം കൊടുക്കുന്നില്ല. ആ ഡെമോഡോഗും വില്ലിൻ്റെ പിന്നാലെ ആ മരത്തിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. അങ്ങനെ അവസാനം വില്ല് ആ മരത്തിൻ്റെ അവസാനം വരെ എത്തുന്നുണ്ട്. അടിയിലാവട്ടെ ആ ഡെമോഡോഗ് അവനെ പിടിക്കാനായി നിൽക്കുന്നുണ്ട്. സോ ഈ സമയത്താവട്ടെ നമ്മുടെ വില്ലിന് വേറൊരു വഴിയില്ലായിട്ട് അപ്പുറത്തെ മരത്തിലേക്ക് ചാടുന്നുണ്ട്. പക്ഷേ അവൻ ചാടിയപ്പോൾ അവനൊരു ഗ്രിപ്പ് കിട്ടുന്നില്ല. അവൻ നേരെ തന്നെ താഴോട്ട് വീഴുന്നുണ്ട്. പക്ഷേ അവൻ്റെ ബാഗിൻ്റെ വള്ളി ഒരു ചില്ലയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ അധിക നേരം തങ്ങി നിൽക്കാതെ ആ ചില്ല പൊട്ടി വീണ് നമ്മുടെ വില്ലും താഴേക്ക് വീഴുന്നുണ്ട്. സോ അങ്ങനെ അവൻ വീണെടുക്കുമ്പോൾ ആ ഡെമോഡോഗ് വില്ലിനെടുത്തുകൊണ്ട് വേറൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അതായത് നമ്മുടെ ഹോപ്പറും ജോയ്സും വില്ലിനെ കണ്ടെത്തിയ ആ സ്ഥലത്തേക്ക് ഡെമോഡോഗ് വില്ലിനെ കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് ആ ഡെമോഡോഗ് ആരോ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. സോ അപ്പോൾ അവിടേക്ക് വെക്ന വരുന്നുണ്ട്. വെക്നയുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ വള്ളികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വില്ലിനെ അവിടെ കെട്ടിയിടുന്നുണ്ട്. എന്നിട്ട് അതിലൊരു വള്ളി വില്ലിൻ്റെ വായിലോട്ട് കയറുന്നുണ്ട്. ആ വള്ളി വഴി എന്തൊക്കെയോ സാധനങ്ങൾ വില്ലിൻ്റെ ദേഹത്തേക്ക് ആക്കുന്നുണ്ട് വെക്ന. സോ എന്നിട്ട് വെക്ന വില്ലിനോട് പറയുന്നുണ്ട്, വിൽ, നീ എൻ്റെ കൂടെ നിൽക്കണം, നമുക്കൊരുമിച്ച് ഒരുപാട് മനോഹരമായി കാര്യങ്ങൾ ചെയ്യാം. സോ ആ സീനോടെ കട്ട് ചെയ്തതിന് ശേഷം 1987 സീനാണ് കാണിക്കുന്നത്. അതായത് ഈ സീരീസിലെ പ്രസൻറ്റ് കാലഘട്ടം. നമ്മുടെ മൈക്കിൻ്റെ വീട് കാണിക്കുന്നുണ്ട്. മൈക്കിൻ്റെ വീട്ടിൽ അവൻ്റെ കൊച്ചനിയത്തി ഹോളി വീലറിനെ കാണിക്കുന്നുണ്ട്. നമുക്കിവളെ ഹോളിക്കുട്ടി എന്ന് വിളിക്കാം. അതേ സമയത്ത് അവൾ പുറത്ത് ആരെയോ കാണുന്നുണ്ട്. ആരോ ഒരാൾ നമ്മുടെ ഹോളിക്കുട്ടിക്ക് ഹൈഫൈ കൊടുക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ മുഖം ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഹോളിയുടെ അമ്മ പറയുന്നുണ്ട്, ഹോളി, നീ എന്താ കാണിക്കുന്നത്? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കേ. സോ അപ്പം നമ്മുടെ ഹോളിക്കുട്ടി ആവട്ടെ അടീന്ന് ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ട്, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വാ. അതേ സമയത്ത് നമ്മുടെ മൈക്ക് നാൻസിനെ വിളിക്കുന്നുണ്ട്, നാൻസ്, നീ എന്തെടുക്കുകയാണ്? അടിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി. പക്ഷേ വാതിൽ തുറന്നു വരുന്നത് നമ്മുടെ ജോയ്സ് ആയിരുന്നു. അപ്പുറത്തെ ഡോറിൽ നിന്ന് നമ്മുടെ നാൻസിയും വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് മൈക്കാവട്ടെ, ഷിറ്റ്, എനിക്ക് പിന്നെ ആളെ മാറിപ്പോയി. അതേ സമയത്ത് നമ്മുടെ ഹോളിക്കുട്ടി വീടിൻ്റെ ബേസ്മെൻറ്റിൽ പോയി പറയുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി. അപ്പം നമ്മുടെ വില്ലും അതുപോലെ ജോനാഥനും എണീക്കുന്നുണ്ട്. സോ ഇപ്പോൾ അവിടെ എന്താ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എർത്ത് അതായത് വെക്ന ഉണ്ടാക്കിയ വിള്ളൽ കാരണം ഇവരുടെ വീടൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഇവരിപ്പോൾ മൈക്കിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. സോ അങ്ങനെ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നുണ്ട്. നമ്മുടെ മൈക്കിൻ്റെ അച്ഛനാവട്ടെ ഇതൊന്നും വലിയ ഇഷ്ടപ്പെടുന്നില്ല. സോ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും സ്കൂളിലേക്കും അതുപോലെ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ജോയ്സ് മൈക്കിൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ സഹായിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ലാന്ന് നമ്മുടെ മൈക്കിൻ്റെ അമ്മ പറയുമ്പോഴേക്കും ജോയ്സ് പോകുന്നുണ്ട്. അല്ല, ഇവരെന്താ ഇങ്ങനെ? അപ്പോൾ നമ്മുടെ മൈക്കിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇവരെത്ര കാലം ഇവിടെ താമസിക്കുന്ന പറഞ്ഞ്, എനിക്കറിയില്ല, ഇവരെ പുറത്തിറക്കി വിടാനൊന്നും പറ്റില്ലല്ലോ എന്ന് മൈക്കിൻ്റെ അമ്മയും പറയുന്നുണ്ട്. സോ ആ സീനവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ മൈക്കും വില്ലും അതുപോലെ ഹോളിക്കുട്ടിയും ഒരുമിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. അതുപോലെ നമ്മുടെ നാൻസിയും ജോനാഥനും കാറിൽ അവരുടെ വർക്ക് സ്ഥലത്തേക്ക് ഒരുമിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ കാറിലെ റേഡിയോയിൽ ഹോക്കിങ്സിലെ കാലാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പറയുന്നത് നമ്മുടെ റോബിനാണ്. റോബിനും നമ്മുടെ കിങ് സ്റ്റീവും ഒരു റേഡിയോ സ്റ്റേഷനിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. റോബിൻ അവിടുത്തെ റേഡിയോ ജോക്കിയായിട്ടും കിങ് സ്റ്റീവ് അവിടുത്തെ പാട്ടൊക്കെ വെക്കുന്ന ആളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ അപ്പം നമ്മുടെ റോബിൻ റേഡിയോ കൂടെ ഒരു സെക്യൂരിറ്റി അലർട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീസൺ 4ൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടാണല്ലോ, വെക്ന കുറേ ആൾക്കാരെ കൊന്നിട്ട് ആ കൊന്ന സ്ഥലത്ത് ഒരു ഗേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഹോക്കിങ്സിലെ ഭൂമി ആകെ വിടർത്തി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ സ്ഥലത്ത് ആകെ പൂക്കളും ചെടികളും എല്ലാം നശിച്ചായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ. സോ ആ സ്ഥലമൊക്കെ ഇപ്പോൾ മിലിറ്ററി ഒരു വാൾ വെച്ച് മറച്ചു വെച്ചിട്ടുണ്ട് ഹോക്കിങ്സിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നിട്ട്. അതായത് ഹോക്കിങ്സിലുള്ള ആളുകളൊന്നും അതിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഒരു വലിയത് ഗേറ്റ് ഉണ്ട്. അതായത് മറ്റേ അപ്സ്റ്റേർഡ് ഡൗണിലേക്കുള്ള ഗേറ്റ്. അത് അവിടുത്തെ ഗവൺമെൻറ് നിരീക്ഷിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തേക്ക് ആരെയും കടത്തി വിടില്ല. സോ അപ്പോൾ റോബിൻ പറയുന്നുണ്ട്, അവരെന്താണ് അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നതെന്നും എനിക്കറിയില്ല, പക്ഷേ ഒരു കാര്യം അറിയാം, അവർ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അങ്ങോട്ടേക്ക് കടക്കാതിരിക്കുക. പിന്നെ ഹോക്കിങ്സിൻ്റെ ബാക്കി സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇന്ന് രാത്രി എനിക്കൊരു ഡേറ്റ് ഉണ്ട്. അത് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല.
അത് അയാൾക്കറിയാം. അയാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോബിൻ ഒരു പാട്ട് വെക്കുന്നുണ്ട്. സോ അങ്ങനെ നമ്മുടെ റോബിൻ ഡെഡിക്കേറ്റ് ചെയ്ത പാട്ട് കുറച്ച് നേരം നല്ലപോലെ പോയിട്ട് പിന്നെ എന്തൊക്കെ ഒരു സ്റ്റെക്ക് വരുന്നുണ്ട്. റേഞ്ച് സിഗ്നലൊന്നും കിട്ടാത്ത പോലെ തോന്നുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ നമ്മുടെ റോബിൻ സിഗ്നലൊക്കെ ശരിയാക്കാൻ വേണ്ടി ഓടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റീവ് പറയുന്നുണ്ട്, റോബിൻ നീ മിലിറ്ററി പറഞ്ഞ പോലെ കേൾക്കണമായിരുന്നു. അതിന് ഞാൻ മിലിറ്ററിയുടെ റൂളൊന്നും തെറ്റിച്ചില്ലല്ലോ. എന്താ റോബിൻ ഇങ്ങനെ തമാശ കളിക്കല്ലേ? അവർ ടഫസ്റ്റ് ആയിട്ടുള്ള പീപ്പിളാണ്. അവരെന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ അവർ ചെയ്തിരിക്കും. സോ അപ്പം നമ്മുടെ സ്റ്റീവ് ബാക്കി ടോക്കി വഴി നമ്മുടെ ഡെസ്റ്റിനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഡെസ്റ്റിൻ ഡു യു കോപ്പി യാ കോപ്പി. എന്താ സ്റ്റീവ് നീ വിളിച്ചെന്നെ ഗുഡ് മോർണിംഗ് പറയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ സിഗ്നലൊക്കെ ആകെ പോയിരിക്കുക. റോബിന് പ്രാന്തായെന്നാണ് തോന്നുന്നത്. നീ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം. സ്റ്റീവ് എനിക്കിപ്പോൾ സമയമില്ല. ബ്രോ അങ്ങനെ പറയല്ലേ ബ്രോ, പ്ലീസ് ഹെൽപ്പ്. ഓക്കെ അത് മിക്കവാറും ആ റേഡിയോ ഹെഡിൻ്റെ പ്രശ്നമായിരിക്കും. ഓക്കെ റേഡിയോ ഹെഡോ എന്ന് വെച്ചാൽ എന്താ? സ്റ്റീവ് ആ മാനുവൽ എടുത്ത് വായിക്ക്. മാനുവൽ വായിക്കാനോ? അത് ഗ്രീക്കിലാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഗ്രീക്ക് പഠിക്ക് എന്നിട്ടത് വായിക്ക്. നോക്ക് സ്റ്റീവ് എനിക്ക് നിൻ്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഡസ്റ്റിൻ ഫോം വെച്ച് പോകുന്നുണ്ട്. ഗ്രീക്ക് പഠിക്കാനോ? റോബിൻ നീ അവൻ പറഞ്ഞ ടോൺ കേട്ടില്ലേ? സോ ആ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഡെസ്റ്റിനെ കാണിക്കുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ ഡെസ്റ്റിൻ്റെ അടുത്തേക്ക് ബാസ്കറ്റ് ബോൾ ടീമിലെ അംഗങ്ങൾ വരുന്നുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഈ ടീഷർട്ട് ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്. ഇത് കൊലപാതകളുടെ ക്ലബ്ബാണ്. ഇനി മേലാ നീ ഇതിട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡെസ്റ്റിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സോ അപ്പം നമ്മുടെ ലൂക്കാസ് അങ്ങോട്ട് വരുന്നുണ്ട്. അവനെ വിട്ടേക്ക്. നീ എന്താ ഇതിൽ? നീ ഒരു വഞ്ചകനാണ്. നീ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഞങ്ങളെ വഞ്ചിച്ചവൻ. അപ്പോൾ ലൂക്കാസ് പറയുന്നുണ്ട്, നിനക്കെൻ്റെ അനിയത്തി എറീക്കേൻ ഓർമ്മയില്ലേ? അവൾ നിൻ്റെ ബോളിനടിച്ചപ്പോൾ നീ ഒരാഴ്ചയാണ് ആശുപത്രി കിടന്നത്. ഇനി നീ ഡെസ്റ്റിനെ തൊട്ടാ നിൻ്റെ സാധനം അടിച്ച് ഞാൻ ബലൂണാക്കും. സോ അപ്പോൾ അവിടേക്ക് മൈക്ക് വരുന്നുണ്ട്. അവരെ വിട്ടേക്ക്. ഇനി നീ ഈ ടീഷർട്ട് ഇട്ട് ഇങ്ങോട്ട് വന്നാ അപ്പം നിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. സോ അപ്പോൾ ലൂക്കാസ് പറയുന്നുണ്ട്, ഡസ്റ്റിൻ നീ എന്തിനാ വെറുതെ ഇവരോട് കളിക്കാൻ പോകുന്നേ? ഞാനാണോ അല്ലേ പ്രശ്നം ഉണ്ടാക്കിയേ? അവരല്ലേ പ്രശ്നം ഉണ്ടാക്കിയേ? ഞാൻ വെറുതെ ടീഷർട്ട് ഇട്ടുള്ളൂ. ഇത് വെറൊരു ടീഷർട്ടല്ലാന്ന് നിനക്കറിയില്ലേ? അറിയാം, പക്ഷേ ഇവരെന്തിനാണ് വെറുതെ എൽഫെയറുടെ കുറ്റം പറയുന്നത്? എന്തിനാ വെറുതെ എട്ടിയെ കുറ്റം പറയുന്നത്? നമുക്കറിയാം എട്ടി ആരാണെന്ന്. സോ അപ്പോൾ മൈക്ക് പറയുന്നുണ്ട്, അതെ ഡസ്റ്റിൻ അതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവരെന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് നീ എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇവരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ എഡ്ഡി ആണെങ്കിൽ പോലും എഡ്ഡി ഇവരൊന്നും മൈൻഡ് പോലും ചെയ്യില്ല. നീ അതുപോലെ ചെയ്യ്. അതുമാത്രമല്ല നീ ഇപ്പോൾ വെക്നേനെ കണ്ടുപിടിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. മൈക്ക് നീ എന്താ പറയുന്നത്? വെക്നേനെ കണ്ടുപിടിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്നാണോ? അങ്ങനെയല്ല, നീ ഇപ്പോൾ 2 യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് വെക്നേനേറ്റും പിന്നെ ഇവന്മാരേറ്റും. നീ ശരിക്കും ഒരു യുദ്ധം ചെയ്താൽ മതി. അപ്പോൾ വില്ല് പറയുന്നുണ്ട്, അതെ മൈക്ക് പറഞ്ഞാൽ ശരി. ഇവരുടെ നിന്ന് അങ്ങനെ അടികിട്ടി നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ? അപ്പോൾ ലൂക്കാസ് പറയുന്നുണ്ട്, അതേ ഡസ്റ്റിൻ നമ്മളിപ്പോൾ അധികം ശ്രദ്ധ നേടാതെ നമ്മുടെ മിഷന് വേണ്ടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പോൾ വില്ല് പറയുന്നുണ്ട്, അതെ നമ്മൾ റൂൾസൊക്കെ പാലിക്കണം. നമ്മൾ അതിനോട് കുറച്ചും കൂടി സ്യൂട്ടാവണം. അടുത്ത ക്രൗഡിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. എന്താ നീ പറയുന്നേ? റൂൾസ് പാലിക്കാനോ? നമ്മളെപ്പോഴെങ്കിലും റൂൾസ് നല്ലപോലെ പാലിച്ചിട്ടുണ്ടോ? നമ്മളെന്നും ചെയ്യാറ് നമുക്ക് ശരിയായി തോന്നുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് ശരിയായി തോന്നുന്ന കാര്യങ്ങളാണ്. ആ തീരുമാനം എടുക്കുന്നതിലൂടെ എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മൾ ആ തീരുമാനം എടുക്കും. അതേ ഞാനും ഇപ്പോഴും ചെയ്യുന്നുള്ളൂ. ഞാൻ എൻ്റെ ശരികളെ മാത്രമാണ് പിന്തുടരുന്നത്. ഡസ്റ്റിൻ നിനക്ക് ഞങ്ങൾ പറഞ്ഞൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്കാണ് ഒന്നും മനസ്സിലാവാത്തത് എന്ന് പറഞ്ഞിട്ട് ഡസ്റ്റിൻ അവിടുന്ന് പോകുന്നുണ്ട്. സോ ആ ഷോട്ടോടെ കട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ എല്ലിനെ കാണിക്കുന്നുണ്ട്. എല്ലാവട്ടെ എന്തിന്നോ പേടിച്ച് ഓടി പോകുന്നുണ്ട്. ബാക്കിൽ കുറേ സോൾജേഴ്സും ഉണ്ട്. അങ്ങനെ ഈ സോൾജേഴ്സിൽ ഒരാൾ മയക്കുവെടി വെച്ചിട്ട് എല്ലിന് വീഴ്ത്തുന്നുണ്ട്. എടുത്തു പോയി നോക്കുമ്പോൾ അതല്ലായിരുന്നില്ല, വേറെ ഏതൊരു പെൺകുട്ടിയായിരുന്നു. സോ എന്നിട്ട് ആ സോൾജർ അയാളുടെ കമാൻഡറിനോട് പറയുന്നുണ്ട്, ഇതാ പെൺകുട്ടിയല്ല. അപ്പോൾ ആ കമാൻഡർ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഇവിടുന്ന് മാറ്റി. സോ ആ ഷോട്ട് കട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ എലവനെ കാണിക്കുന്നുണ്ട്. എലവനാവട്ടെ കുറേ ടാങ്കിൻ്റെ മുകളിൽ കൂടെയും കാറിൻ്റെ മുകളിൽ കൂടെയൊക്കെ ചാടുന്നുണ്ട്. എന്നിട്ട് അവൾ ഒരു മത്തങ്ങ അവളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് പൊട്ടിക്കുന്നുണ്ട്. അവസാനം അവൾ ഒരു വല്ലാത്ത ട്രക്കിൻ്റെ മുകളിൽ കൂടെ ചാടുന്നുണ്ട്. സോ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹോപ്പർ ടൈമർ വെച്ചുകൊണ്ട് പറയുന്നുണ്ട് 12 മിനിറ്റും 33 സെക്കൻഡും. സോ അപ്പോൾ ജോയ്സ് പറയുന്നുണ്ട്, വാവ് അതൊരു പുതിയ റെക്കോർഡാണ്, നീ നന്നായി ചെയ്തു, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ നീ 12 മിനിറ്റ് കൊണ്ടും 33 സെക്കൻഡ് കൊണ്ട് ചാടിക്കടന്നു. അതിൽ ആഘോഷിക്കലേ വേണ്ടത്. അല്ല ഞാൻ 4 സെക്കൻഡ് വൈകി. എനിക്ക് 12 മിനിറ്റ് കൊണ്ട് 30 സെക്കൻഡ് കൊണ്ട് ചാടിക്കടക്കണം. എനിക്കതിന് പറ്റും. ഞാൻ കൂടുതൽ ട്രെയിനിങ് ചെയ്യാൻ പോവാ. അല്ല ലെവൻ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നീ നിൻ്റെ ശരീരത്തിൽ കൂടുതൽ പ്രഷർ കൊടുക്കല്ലേ. അല്ല നിങ്ങളെന്താ വിചാരിക്കുന്നത് ഹെൻറി നമ്മളെ ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യുമെന്നാണോ? അവൻ നമ്മളെ അവൻ്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യും. അപ്പോൾ അത് നേരിടാനുള്ള ശക്തി എനിക്ക് വേണം. സോ അപ്പോൾ ഓപ്പർ പറയുന്നുണ്ട്, ശരി നമുക്ക് കുറച്ച് ബ്രേക്ക് എടുക്കാം. വേണ്ട, എനിക്ക് ഇനിയും പരിശീലിക്കണം.
എനിക്കത് ചെയ്യാൻ പറ്റും. സോ ആ ഷോട്ടോടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മുറേനെ കാണിക്കുന്നുണ്ട്. മുറ ഒരു ഫേക്ക് ഐ ഡി ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ആ റെസ്ട്രിക്റ്റഡ് ഏരിയ ഇല്ലേ ഹോക്കിങ്സിൽ, ആ ഏരിയയിലോട്ട് കിടക്കുന്നുണ്ട് ഒരു ട്രക്കൊക്കെ കയറ്റി. സോ ആ ഷോട്ടോടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ റോബിനെ കാണിക്കുന്നുണ്ട്. റോബിനാണെങ്കിൽ പ്രാന്ത് പിടിച്ചിരിക്കുക സിഗ്നൽ പോയിട്ട്. അപ്പോൾ നമ്മുടെ നാൻസിനൊക്കെ വിളിച്ചിട്ടുണ്ട് സഹായത്തിന്. നാൻസി പറയുന്നുണ്ട് ഡെസ്റ്റിനൊന്ന് വിളിച്ച് വെക്കായിരുന്നില്ലേ, അവൻ എപ്പോഴേ വാക്കി ടോക്കിയൊക്കെ ഓഫ് ചെയ്ത് പോയി, അതിനി നടക്കില്ല. സോ അപ്പോൾ നമ്മുടെ നാൻസി ആ മാനുവൽ കണ്ടെത്തുന്നുണ്ട് ഈ സിഗ്നൽ ശരിയാക്കാനുള്ള. എന്നിട്ട് അവൾ ആ മേശ വെച്ചത് മറിച്ച് നോക്കുമ്പോൾ സ്റ്റീവ് പറയുന്നുണ്ട് ഇതാ ഞാൻ കണ്ടു, ഇതാണ് ആ റിമോട്ട് റേഡിയോയുടെ ഹെഡ്. സോ നമ്മുടെ സ്റ്റീവും അതുപോലെ നാൻസിയും ഇങ്ങനെ ചേർന്നിരിക്കുന്ന കണ്ടിട്ട് ജോനാഥന് കുറച്ച് ഇതൊക്കെ വരുന്നുണ്ട്. സോ ആ ഷോട്ട് കട്ട് ചെയ്തതിനു ശേഷം ഇവരെല്ലാവരും കൂടിയിട്ട് ആ സിഗ്നലുള്ള ആ റിമോട്ട് റേഡിയോ ഹെഡുള്ള സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ നാൻസി പറയുന്നുണ്ട് ഇതിന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടല്ലോ, ആരിതിന് മുകളിൽ വലിഞ്ഞ് കയറും. അപ്പോൾ നമ്മുടെ സ്റ്റീവ് പറയുന്നുണ്ട് ഇമാതിരി ധീര പ്രവൃത്തിയല്ല, ഈ സ്റ്റീവിനെ വിട്ടേക്ക്, ഞാൻ കയറാം. അപ്പോൾ നമ്മുടെ ജോനാഥനാവട്ടെ ഒട്ടും വിട്ടുകൊടുക്കാതെ പറയുന്നുണ്ട് സ്റ്റീവ് നീ മാറിക്ക്, ഇത് ഞാൻ നോക്കിക്കോളാം. സോ അപ്പോൾ സ്റ്റീവ് പറയുന്നുണ്ട് വേണ്ട ജോനാഥൻ, ഇത് ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് സ്റ്റീവ് ആ ടവറിലുണ്ടായിരുന്ന ഇലക്ട്രിസിറ്റി എല്ലാം ഓഫാക്കുന്നുണ്ട്. സോ അതേ സമയം തന്നെ നമ്മുടെ ജോനാഥൻ സ്റ്റീവിനോട് പറയാതെ ആ ടവറിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. സ്റ്റീവ് ആവട്ടെ ഒട്ടും വിട്ടുകൊടുക്കാതെ ജോനാഥൻ്റെ പിന്നാലെ കയറുന്നുണ്ട്. സോ ഇവർ രണ്ടുപേരാണെങ്കിൽ മത്സരത്തോട് മത്സരം, രണ്ടുപേരും നാൻസിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ കാര്യം നമ്മുടെ നാൻസിക്കും അറിയാം. സോ അപ്പോൾ ഇവിടേക്ക് നമ്മുടെ മുറ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജോനാഥനും സ്റ്റീവും മത്സരത്തോട് മത്സരം, രണ്ടുപേരും തുല്യ നിലയിലാണ് കയറുന്നത്. അങ്ങനെ അവസാനം രണ്ടുപേരും ഒരുമിച്ച് കയറുന്നുണ്ട്. നമ്മുടെ ജോനാഥൻ ആദ്യം ആ വിട്ടുപോയ കേബിൾ കണക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ സ്റ്റീവ് ആവട്ടെ രണ്ട് കൊട്ടൊട്ടിട്ട് അത് വർക്കാക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് താഴേക്ക് നോക്കി പറയുന്നുണ്ട് ഞാനാണ് ആദ്യം ശരിയാക്കിയത്. പക്ഷേ അടിയിൽ നോക്കുമ്പോൾ നാൻസി പോയിട്ട് ഒരു പൂച്ചക്കുട്ടി പോലും അടിയിലില്ല. സോ അപ്പോൾ നമ്മുടെ മുറയാണെങ്കിൽ ട്രക്കിൽ നിന്ന് കുറേ സാധനങ്ങൾ നാൻസിക്ക് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു ടാഗ് കൊടുക്കുന്നുണ്ട്. സോ ഈ ടാഗ് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ലൊക്കേഷൻ എവിടെയെന്ന് അറിയാൻ പറ്റും. പിന്നെ കുറേ ബുള്ളറ്റ് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഗ്രനേഡ്സും കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ മുറയാണ് ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, അതായത് ക്രൗളിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത്. സോ വെക്നേനെ കൊല്ലാൻ വേണ്ടി ഇവർ നടത്തുന്ന ആ മിഷനില്ലേ, ആ മിഷനെ ഇവർ വിളിക്കുന്ന പേരാണ് ക്രൗൾ. സോ അതുമാത്രമല്ല മുറ ഒരു ഇൻഫർമേഷൻ കൂടി കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഹോക്കിങ്സിൽ ഒരു ബേൺ നടക്കും, അതായത് ഒരു തീപിടുത്തം. സോ ഈ തീപിടുത്തം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹോക്കിങ്സിലെ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ ഗവൺമെൻറ്റൊക്കെ കൂടിയിട്ട് കുറേ റിസർച്ച് നടത്തുന്നുണ്ട്. സോ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റ് തീപിടുത്തം കൊണ്ട് ഒന്ന് നശിപ്പിക്കും. എന്നിട്ട് ആ വേൾഡിലേക്ക് കടക്കും, അപ്സൈഡ് ഡൗണിലേക്ക് കടക്കും. എന്നിട്ട് അവിടെ കുറേ റിസർച്ച് നടക്കുന്നുണ്ട്. സോ ആ ഷോട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡെസ്റ്റിനെ കാണിക്കുന്നുണ്ട്. ഡെസ്റ്റിനാവട്ടെ അവൻ്റെ സ്കൂളിലൊരു പെറ്റ് സ്റ്റോർ പോലത്തെ ഒരു സംഭവമുണ്ട്, അതിലൊരു പാമ്പിനെ നോക്കി നിൽക്കുന്നുണ്ട്. സോ ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മൈക്കും ലൂക്കാസും വില്ലൊക്കെ കൂടിയിട്ട് നമ്മുടെ ഡെസ്റ്റിൻ്റെ ഈ അവസ്ഥേനെ പറ്റി പറയുന്നുണ്ട്. കാരണം എഡ്ഡി മരിച്ചതിന് ശേഷം അവന് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല എപ്പോഴും. സോ ഇവരിങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ നമ്മുടെ ഡെസ്റ്റിൻ വരുന്നുണ്ട്. നിങ്ങൾ എന്നെ പറ്റിയാണ് സംസാരിക്കുന്നത്. സോ അതേ സമയത്ത് റേഡിയോയിൽ നമ്മുടെ റോബിൻ പറയുന്നുണ്ട് എല്ലാവരും ക്ഷമിക്കണം, കുറച്ച് നേരത്തേക്ക് ടെക്നിക്കൽ ഇഷ്യൂ കാരണം നിർത്തിവെച്ചതാണ്, ഞാൻ വീണ്ടും ആരംഭിക്കുകയാണ്, ഒരു പാട്ട് കേൾക്കാം, ഈ പാട്ട് നിങ്ങളുടെ അപ്സ്റ്റേറ്റ് ഡൗണിലേക്ക് എത്തിക്കും എന്ന് പറയുന്നുണ്ട്. അപ്സ്റ്റേറ്റ് ഡൗൺ എന്നെടുത്ത് പറയുന്നുണ്ട്. സോ ഇത് കേട്ടപ്പോൾ നമ്മുടെ മൈക്കും വില്ലും അതുപോലെ ലൂക്കാസും എല്ലാവരും കൂടി ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. അതുപോലെ ഹോപ്പറും ജോയ്സും ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ റേഡിയോ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇവർ വെക്നേനെ പിടിക്കാനുള്ള ഒരു മിഷൻ്റെ പേര്, അതിൻ്റെ പേരെന്തായിരുന്നു ക്രൗൾ. സോ ഈ ക്രൗൾ നടക്കുന്ന സമയത്ത് ഇവർ റേഡിയോ വഴി ഓരോ ഇൻഫർമേഷൻസ് കൈമാറും. ക്രൗൾ എപ്പോഴാണ് നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റെസ്ട്രിക്റ്റഡ് ഏരിയയിലാണ് ഈ ഗേറ്റ് ഉള്ളത്, അതുകൊണ്ട് ഈ സാധാരണ ആൾക്കാർക്കൊന്നും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. പക്ഷേ ഇവരിടയ്ക്ക് പുറത്തുനിന്ന് 3 ട്രക്സുകൾ വന്നിട്ട് ഈ ഗേറ്റ് ബേൺ ചെയ്യും, ഗേറ്റ് തുറന്ന് അപ്പുറത്തേക്ക് കിടക്കും. സോ ഇതേ സമയത്താണ് നമുക്ക് വെക്നേനെ കണ്ടുപിടിക്കാനൊരു അവസരം കിട്ടുന്നത്. അതായത് ഇതേ സമയത്ത് ആ ട്രക്കിൽ കയറിയിട്ട് ആ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്ന വെക്നേനെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇവരുടെ പ്ലാന്, ദ ക്രൗൾ. സോ ആ ക്രൗള് ഇന്ന് രാത്രി നടക്കുന്നുണ്ടെന്ന് ഇവർ റേഡിയോയിലൂടെ പറയുന്നുണ്ട്. സോ ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ നാൻസിയും സ്റ്റീവും അതുപോലെ എല്ലാവരും കൂടിയിട്ട് റേഡിയോ സ്റ്റേഷനിലുള്ള ഒരു സീക്രട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. സോ ഇവിടെ വെച്ചിട്ടാണ് ഇവർ കുറേ പ്ലാനിങ് ഒക്കെ നടത്തുന്നത്. നമ്മുടെ മൈക്കും വില്ലൊക്കെ ആവട്ടെ ഒരു വുഡ് ഫോറസ്റ്റിലേക്കും പോകുന്നുണ്ട്. സോ ഇവർ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. സോ അപ്പോൾ നമ്മുടെ നാൻസി പറയുന്നുണ്ട് മുറേ പറഞ്ഞത് ശരിയാണ്, സപ്ലൈ കോൺവോയ്സ്, അതായത് ആ 3 ട്രക്സ് ഹോക്കിങ്സിൽ ഇന്ന് 10 മണിക്ക് എത്തും. എനിക്ക് ഓപ്പറിന് ആവശ്യമുണ്ട്, ഓപ്പർ ടണൽ വഴി മക്സിയിലെത്തണം. മക്സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മറ്റേ ഗേറ്റുള്ള സ്ഥലത്തിന് പറയുന്ന പേരാണ് മക്സി. സോ സപ്ലൈ വണ്ടികൾ ഹോക്കിങ്സിൽ നിന്ന് മക്സിക്ക് എത്തണമെങ്കിൽ
ഏകദേശം 15 മിനിറ്റ് എടുക്കും. സോ 10:15 ആ സപ്ലൈ വണ്ടികൾ മെക്സിയിലെത്തും. സോ അപ്പോൾ മൈക്ക് പറയുന്നുണ്ട്, ലൂക്കാസ്, നമ്മൾ രണ്ടുപേരും സ്ഥിരം ഒബ്സർവേഷൻ പോസ്റ്റിൽ നിൽക്കണം. തീപിടുത്തം തുടങ്ങിയാൽ നമ്മൾ ഹോപ്പറിന് സിഗ്നൽ കൊടുക്കണം. സോ അപ്പോൾ ഹോപ്പർ ആ ട്രക്സ്, അതായത് സപ്ലൈ ട്രക്സിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. എന്നിട്ട് ആ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റും. സോ അപ്പോൾ നമ്മുടെ നാൻസി പറയുന്നുണ്ട്, നൗ ദ ക്രൗൾ ഈസ് ബിഗിൻ. ഹോപ്പ് അപ്സൈഡ് ഡൗണിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ട്രക്ക് പോവുക ഏകദേശം 1 മണിക്കൂറിൽ 30 മൈൽ സ്പീഡിലായിരിക്കും. സോ അപ്പോൾ നമ്മുടെ മൈക്ക് പറയുന്നുണ്ട്, ഡസ്റ്റിൻ, നീയും സ്റ്റീവും റൈറ്റ് സൈഡ് അപ്പിൽ ഈ ട്രക്കിനെ ഫോളോ ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്സൈഡ് ഡൗണിൽ ഈ ട്രക്ക് പോകുന്ന വഴി, ആ വഴി കൂടെ ശരിക്കുള്ള വേൾഡിൽ അതേ വഴി കൂടെ അതേ സ്പീഡിൽ നമ്മുടെ ഡസ്റ്റിനും അതുപോലെ ഹാരിങ്ടണും വണ്ടി ഓടിക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ടെലമെട്രി സിഗ്നൽ ഒരിക്കലും പോകരുത്. അപ്പോൾ ഡസ്റ്റിൻ പറയുന്നുണ്ട്, -16 ആൻഡ് 70 dB ഈസി പീസി. സോ അപ്പോൾ നാൻസി പറയുന്നുണ്ട്, അവർ അവസാന മാസം പോയ അതേ വഴി കൂടെ ആയിരിക്കും അവരിന്നും പോകുന്നത്. സോ അതുകൊണ്ട് അതേ വഴിയിലൂടെ തന്നെ അവരെ പിന്തുടരണം. പിന്നെ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ഹോപ്പറിൻ്റെ ജീവിതം അപകടത്തിലാകും. അതുകൊണ്ട് എല്ലാവരും കാര്യങ്ങൾ സൂക്ഷിച്ച് ചെയ്യണം. സോ അപ്പോൾ നമ്മുടെ മൈക്ക് പറയുന്നുണ്ട്, ഡസ്റ്റിൻ, നിങ്ങൾ കോൺവാലീസിലേക്ക് 6 മൈൽ സഞ്ചരിക്കണം. സോ അതേ സമയത്ത് തന്നെ ഈ കോൺവോയ്, അതായത് ആ ട്രക്സ് ഷെൽ സ്റ്റേഷനിൽ റീച്ച് ആവും. സോ അവിടെ വെച്ചിട്ട് ഹോപ്പർ ആ ട്രക്കിൽ നിന്ന് ഇറങ്ങും. പിന്നെ ഹോപ്പറിന് 2 മണിക്കൂറുണ്ട് വെക്നേനെ കണ്ടുപിടിക്കാൻ. സോ ഈ ക്രൗഡ് കൂടിയും ഒരു സക്സസ്ഫുള്ളായ ക്രൗഡായി അവസാനിക്കും. അല്ല, നിങ്ങൾക്കെന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ജോനാഥൻ പറയുന്നുണ്ട്, ഹേ ഒന്നുമില്ല, അതെ എനിക്കും ഒന്നും പറയാനില്ല എന്ന് സ്റ്റീവും പറയുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ ഡസ്റ്റിൻ ചോദിക്കുന്നുണ്ട്, അല്ല ആ സ്ഥലത്ത് വെക്ന ഉണ്ടാവുമെന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? സോ അപ്പോൾ നമ്മുടെ മൈക്ക് പറയുന്നുണ്ട്, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നമുക്ക് നമ്മുടെ പ്ലാനിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം. നമുക്ക് അപ്സൈഡ് ഡൗണിലേക്ക് കടക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് മെക്സീത്തെ ഗേറ്റാണ്. ആ ഗേറ്റ് വഴി നമ്മൾ അപ്സൈഡ് ഡൗണിലേക്ക് കടക്കണം. ഒരു സമയത്ത് ഒരു സോൺ നമ്മൾ സെർച്ച് ചെയ്യും, അവിടെ വെക്ന ഇല്ലെങ്കിൽ നമ്മൾ വേറെ ദിവസം വേറൊരു സോണിലേക്ക് സെർച്ച് ചെയ്യും. സോ എത്ര ദിവസം എടുത്താലും നമുക്ക് വെക്നേനെ കണ്ടെത്തണം. സോ അപ്പോൾ നമ്മുടെ സ്റ്റീവ് പറയുന്നുണ്ട്, വെക്ന അവനൊക്കെ മരിച്ചു. അല്ല ഞാൻ പറയുന്നത് നിൻ്റെ പ്ലാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. എന്തായിരുന്നു ഇത്, ക്രൗളോ? ഇതെന്താ 30s ആണോ? നമ്മൾ വെക്നേനെ കൊന്നതിന് ശേഷം വില്ലിന് വേറൊരു സ്വഭാവമാറ്റം ഒന്നും ഉണ്ടായില്ല. അതുമാത്രമല്ല 11 അവളുടെ ബാത്തിടപ്പി കിടന്നിട്ട് പോലും വെക്നേനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഏറ്റവും വലിയ ഉദാഹരണം, നമ്മുടെ ഫ്രണ്ട് ഇരുന്നിട്ടാ ആ വെക്ന തീ പിടിച്ച് ചത്തത്. ഒരിക്കലും നമ്മൾ ഈ യുദ്ധത്തിൽ ജയിച്ചതാ, പിന്നെ നമ്മളെന്തിനാ ഈ യുദ്ധം നടത്തുന്നത്? സോ അപ്പോൾ ജോനാഥൻ പറയുന്നുണ്ട്, നീ ആ കാര്യമൊക്കെ മറന്നോ? എന്താണ് വെക്ന നാൻസിയെ കാണിച്ചെന്നുള്ള കാര്യം? കാരൻ, ഹോളി എല്ലാവരും മരിച്ചു. ഹോക്കിങ്സ് തന്നെ ഒരു തീയിൽ പെട്ടു. സോ അപ്പോൾ നമ്മുടെ സ്റ്റീവ് പറയുന്നുണ്ട്, യാ അത് ശരിയാണ്. കാരണം മാക്സിൻ്റെ ബ്രദർ നെഞ്ചിൽ കുത്തിക്കറി ചാവുന്നവരെ കാണിച്ചു കൊടുത്തിരുന്നു. സോ ഇതൊക്കെ വെറും പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നാൻസി പറയുന്നുണ്ട്, അതെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും, ഞാൻ പേടിച്ചു. അതുമാത്രമല്ല അവനിവിടെ എവിടെയോ പുറത്തുണ്ട്, അവനിവിടെ ഉള്ളിടത്തോളം കാലം നമ്മുടെ വേൾഡിന് തന്നെ ആപത്ത്. സോ അപ്പോൾ നമ്മുടെ മൈക്ക് പറയുന്നുണ്ട്, നമ്മളവനെ കണ്ടെത്താതെ ഒരിക്കലും നിർത്താൻ പോകുന്നില്ല. അത് 100 ക്രൗഡ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും 1000 ക്രൗഡ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും ആ മൂക്കില്ലാത്ത വൃത്തികെട്ട സാധനം ഒരിക്കലും തിരിച്ചു വരാതാക്കിയിട്ട് മാത്രമേ നമ്മൾ ഈ സംഭവം നിർത്തൂ എന്ന് പറഞ്ഞിട്ട് മൈക്ക് കൈ വെക്കുന്നുണ്ട്. അപ്പോൾ ഡസ്റ്റിൻ പറയുന്നുണ്ട്, വെക്നയുടെ ഹാർട്ട് എനിക്ക് കാണണം എഡ്ഡിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും പ്രോമിസ് ചെയ്യുന്നുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വില്ലിന് എന്തോ സ്ട്രേഞ്ചായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. സോ അപ്പോൾ മൈക്ക് ചോദിക്കുന്നുണ്ട്, വിൽ എന്താ നിനക്ക് പറ്റിയത്? ഹേ ഒന്നുമില്ല, എന്തോ ആകാശമൊക്കെ ഇങ്ങനെ കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ അത് ക്രൗഡ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ടെൻഷൻ കാരണം തോന്നിയതായിരിക്കാം. സോ അപ്പോൾ ലൂക്കാസ് പറയുന്നുണ്ട്, ക്രൗഡിന് മുമ്പ് എനിക്കും ടെൻഷനുണ്ട്, പക്ഷേ എനിക്കിങ്ങനെ ആകാശം കറങ്ങുന്ന പോലൊന്നും തോന്നാറില്ല. നിനക്ക് തോന്നുന്നുണ്ടോ മൈക്ക് എന്ന് പറയുമ്പോൾ മൈക്ക് പറയുന്നുണ്ട്, അവനിവിടെ അടുത്ത് തന്നെയുണ്ട്. സോ അപ്പോൾ ക്ലാസ്സിൽ ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ മൈക്ക് പറയുന്നുണ്ട്, ഇന്ന് 6 മണിക്ക് എല്ലാവരും ഒരുമിച്ച് കാണണം, ഇന്നാണ് ക്രൗഡ്, മറക്കരുത്. സോ ആ ഷോട്ട് കട്ടിയതിനു ശേഷം നമ്മുടെ ഹോളിക്കുട്ടീനെ കാണിക്കുന്നുണ്ട്. ഹോളിക്കുട്ടി അവളുടെ ക്ലാസ്സിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സാധനത്തിൽ. അപ്പോൾ ഒരു അഴുക്ക ചെറുക്കൻ വന്നിട്ട് സ്പീഡ് കറക്കി ഓടി പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹോളിക്കുട്ടി അതിനൊക്കെ ഇറങ്ങിയിട്ട് ക്ലാസ്സിലോട്ട് കയറാൻ നിൽക്കുന്ന സമയത്ത് ആരോ ഒരാൾ ഹോളിക്കുട്ടിയെ നോക്കി ഹായ് കാണിക്കുന്നുണ്ട്. ഹോളിക്കുട്ടി അയാളോട് സംസാരിക്കുന്നുണ്ട്. അതേ സമയത്ത് അവളുടെ ടീച്ചർ അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ അവളവിടെ ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ്, അവളുടെ അടുത്ത് വേറൊരാളും ഇല്ല. സോ ആ ഷോട്ട് കട്ടിയതിനു ശേഷം വേറൊരു സ്ഥലം കാണിക്കുന്നുണ്ട്. അവിടെ ഒരു ഡോക്ടർ അപ്സൈഡ് ഡൗണിൽ നിന്ന് കിട്ടിയ പാർട്ടിക്കിൾസ് പരിശോധിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരു സർജൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഞാൻ തന്ന ലീഡ് വെച്ച് നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയോ? ഇല്ല ഡോക്ടർ, നിങ്ങൾ ശരിയും ഇതൊക്കെ അന്വേഷിക്കാനല്ലേ ഇവിടെ നിൽക്കുന്നത്, എന്തെങ്കിലും പുതിയ ലീഡ് വല്ലതും കിട്ടിയോ? അപ്പോൾ ആ സർജൻറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, സർജൻറ്റ് നിങ്ങളുടെ കമാൻഡറോട് ഇത് പറഞ്ഞോ, ഒരുപാട് ആൾക്കാർ ഇന്നസെൻസ് ആയിട്ടുള്ള പീപ്പിള് ഇവിടെ മരിച്ചു വീഴുന്നുണ്ട്, ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ വേണമെങ്കിൽ എനിക്ക് ആ പെണ്ണിന് വേണം, അവളെ
കണ്ടുപിടിക്കാൻ നോക്ക്. സോ ആ ഷോട്ട് കണ്ടതിന് ശേഷം നമ്മുടെ എലവനും ജോയ്സും അതുപോലെ ഹോപ്പറൊക്കെ കൂടിയിട്ട് അണ്ടർഗ്രൗണ്ടിലുള്ള ടണലിൽ കൂടെ നടക്കുന്നുണ്ട്. സോ ഈ ടണൽസ് എങ്ങനെ ഉണ്ടായെന്ന് നമുക്കറിയാം. സീസൺ 3 ഈ ഡെമോഗോഗൻസ് അടിയിൽ കൂടെ ആയിരുന്നു, ഈ ടണലിൽ കൂടെ ആയിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഈ വഴി അധികം ആൾക്കാർക്കൊന്നും അറിയില്ല. നമ്മുടെ ഹോപ്പർ അതുപോലെ എലവൻ ജോയ്സ് അങ്ങനത്തെ കുറച്ച് പേർക്കൊക്കെ അറിയുള്ളൂ. സോ അപ്പോൾ നമ്മുടെ എലവൻ ഹോപ്പറിനോട് പറയുന്നുണ്ട്, അവസാനത്തെ പ്രാക്ടീസിൽ ഞാൻ 12 മിനിറ്റും 30 സെക്കൻഡോടും കൂടിയും ആ ജമ്പ് നടത്തി. അതുകൊണ്ട് എനിക്ക് ഈ ക്രൗഡിൽ വരണം. നിങ്ങളല്ല പറഞ്ഞത് കൃത്യസമയത്തിന് ഞാൻ ജമ്പ് ചെയ്താൽ എന്നെ ക്രൗഡിൽ ഉൾപ്പെടുത്താമെന്ന്. ഇപ്പം നിങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്യണില്ലല്ലോ. സോ അപ്പോൾ ഓപ്പർ പറയുന്നുണ്ട്, ഞാൻ ആ സമയത്ത് റേഡിയോയിൽ ഇൻഫോർമേഷൻ കേൾക്കുമായിരുന്നു, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. സോ അപ്പോൾ നമ്മുടെ എലവൻ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് ഞാൻ നുണ പറയാമെന്നാണോ? നീ നുണ പറയല്ല എലവൻ, നിനക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. സോ ഇപ്പോൾ ഇവർ ആ ടണൽ വഴി നടന്നിട്ട് ഇവരുടെ ആ പഴയ ക്യാബിനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എലവൻ പറയുന്നുണ്ട്, എനിക്ക് മിസ്റ്റേക്ക് പറ്റാനോ? ഞാൻ കൃത്യമായിട്ട് ജമ്പ് ചെയ്തതാണ്. സോ അപ്പോൾ ഹോപ്പർ പറയുന്നുണ്ട്, വൗ എന്തൊരു കോയിൻസിഡൻസ് ആണ്. നീ ഒരു ദിവസം നിൻ്റെ റെക്കോർഡ് ഇട്ടു, അതേ ദിവസം തന്നെ നീ ആ റെക്കോർഡ് മറികടന്നു, അതും ഒരു ക്രൗഡിന് മുമ്പ്. ഞാനിതൊക്കെ വിശ്വസിക്കണമെങ്കിൽ അത്ര പൊട്ടനൊന്നല്ല ഞാൻ. അപ്പോൾ നമ്മുടെ എലവൻ പറയുന്നുണ്ട്, നിങ്ങളത് കണ്ടു, ഞാൻ കൃത്യസമയത്തിൽ ചാടുന്നത് നിങ്ങളത് കണ്ടു, നിങ്ങളത് ഇനിയൊന്ന് മറച്ചു വെക്കുകയാണ്. നിങ്ങളുടെ ഒപ്പം ഞാൻ ക്രൗഡിന് വന്നാൽ എന്താ? സോ അപ്പോൾ ഹോപ്പർ പറയുന്നുണ്ട്, നിനക്ക് എൻട്രിയോട് നല്ല ദേഷ്യമുണ്ട്, നിനക്ക് എൻട്രീനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നാണ് തോന്നുന്നത്. നിനക്ക് കണ്ടെത്തണമെങ്കിൽ ആ ട്യൂബിൽ കിടന്ന് നീ കണ്ടെത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ഹോപ്പർ അവിടെ നിന്ന് പോകുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ ജോയ്സ് ഹോപ്പറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഹോപ്പർ ഒരു തോക്ക് എടുക്കുന്നുണ്ട്. അല്ല, നീ തോക്കെടുക്കുന്നത് വെക്നേനെ കൊല്ലാനാണോ? അപ്പോൾ ഹോപ്പർ പറയുന്നുണ്ട്, ഞാനൊരു എടുത്തുചാട്ടക്കാരനായിരിക്കാം, പക്ഷേ ഇതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഞാൻ വെക്നേനെ കൊല്ലാനല്ല ഇതെടുത്തത്. എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ എനിക്ക് ഇതാവശ്യം വരും. സോ അപ്പോൾ ജോയ്സ് ചോദിക്കുന്നുണ്ട്, എന്നാലും എലവനോട് നീ ഇങ്ങനെ ഹാർഷായിട്ട് പെരുമാറേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അവൾ റെഡി ആയെന്ന് എനിക്ക് തോന്നുന്നത്. അവളെ കൂടി കൂട്ടിയാൽ എന്താ? സോ അപ്പോൾ ഹോപ്പർ പറയുന്നുണ്ട്, ഞാൻ അവളെ സംരക്ഷിക്കുകയാണ്. കാരണം ഈ ഗവൺമെൻറ്റും സോൾജേഴ്സും അവൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നുണ്ട്. എങ്ങാനും മിസ്റ്റേക്ക് പറ്റിയിട്ട് അവളതിൽ പെട്ടാലേ പിന്നെ നമുക്കൊരിക്കലും അവളെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ ഇതിൽ നിന്നെല്ലാം അകറ്റി നിർത്തുന്നത്. അവളെ എനിക്ക് എന്തായാലും ആവശ്യമുണ്ട്. അവസാനത്തെ സമയത്തേക്ക് അവളെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അവളില്ലാതെ ഈ യുദ്ധം എനിക്ക് ജയിക്കാൻ പറ്റില്ല. ഞാൻ അവളെ ഇപ്പോൾ സംരക്ഷിക്കുകയാണ്. അപ്പോൾ ജോയ്സ് ചോദിക്കുന്നുണ്ട്, ഓക്കെ, പക്ഷേ അവളുടെ അവസാനത്തെ ആ ചാട്ടത്തിൽ കൃത്യസമയത്തിനാണ് അവൾ ആ ചാടിയത്. അപ്പോൾ ഹോപ്പർ പറയുന്നുണ്ട്, അതെ, ഒരു നിമിഷം പോലും പാഴാക്കാതെ. അപ്പോൾ നമ്മുടെ ജോയ്സ് അവിടെ നിന്ന് പോകുന്നുണ്ട്. സോ ജോയ്സ് പോയതിനു ശേഷം നമ്മുടെ ഹോപ്പർ ആ വീടിൻ്റെ ഭിത്തിയിൽ നിന്ന് എന്തൊരു സാധനം എടുക്കുന്നുണ്ട്. സോ ആ ഷോട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡെസ്റ്റിനെ ചൊറിഞ്ഞവനെ കാണിക്കുന്നുണ്ട്. അവനവൻ്റെ ക്യാബിൻ തുറക്കുമ്പോൾ ഒരു പാമ്പിനെ കണ്ട് പേടിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെയുള്ളവർ പറയുന്നുണ്ട്, എടാ ഇതൊരു പെറ്റാണ്, ഇത് കടിക്കൊന്നുമില്ല. സോ അപ്പോൾ അവൻ്റെ ക്യാബിനിൽ ഡെസ്റ്റിന് എഴുതി വെച്ചിട്ടുണ്ട്, ഹെൽഫയർ ക്ലബ് ഇവിടെ തന്നെ ഉണ്ടാകും. സോ ആ ഷോട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മൈക്ക് അവൻ്റെ അനിയത്തിനെ കാത്തു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ അവൻ സ്കൂളിനുള്ളിൽ കയറുമ്പോൾ അവൻ്റെ അനിയത്തി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ അത്ര നേരം വൈകിയേ, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? അപ്പോൾ ഹോളിക്കുട്ടി പറയുന്നുണ്ട്, അവരെന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. സോ അവളുടെ മമ്മിയും അതുപോലെ ടീച്ചറും കൂടി സംസാരിക്കുന്നുണ്ട് അവിടെ. സോ അപ്പോൾ മൈക്ക് പറയുന്നുണ്ട്, ഇത് വീണ്ടും നിൻ്റെ ആ മിസ്റ്ററി ഫ്രണ്ടിനെ പറ്റിയിട്ടാണോ? എന്തായിരുന്നു പേര്? മിസ്റ്റർ വാട്സിറ്റ്. അതെ, അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെ? എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്. അയാൾ പറഞ്ഞു ഈ ഹോക്കിങ്സിൽ കുറേ മോൺസ്റ്റേഴ്സ് ഉണ്ടെന്ന്, അവർ കുട്ടികളെ പിടിച്ചു തിന്നുമെന്ന്. ഹേ ഹോളി, നീ ഇതൊന്നും വിശ്വസിക്കല്ലേ, മോൺസ്റ്റേഴ്സ് ഒന്നും ശരിക്കില്ല. ശരിയാണ്, ഹോക്കിങ്സിൽ കുറേ വിചിത്രമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷേ ആളുകൾ പറയുന്നൊന്നും നീ വിശ്വസിക്കരുത്. അപ്പോൾ ഹോളി പറയുന്നുണ്ട്, എനിക്ക് നിന്നെ വിശ്വാസമല്ല. സോ അപ്പോൾ മൈക്ക് പറയുന്നുണ്ട്, എനിക്കും ചില സമയത്തൊക്കെ പേടി തോന്നാറുണ്ട്. ഇല്ല, നീ നുണ പറയാണ്. എല്ലാ ഹോളി, എനിക്കും പേടി വരാറുണ്ട്. ഈ ഹോക്കിങ്സിലുള്ള എല്ലാവർക്കും പേടി വരാറുണ്ട്. നോക്കൂ ഹോളി, എനിക്കെപ്പോഴെങ്കിലും പേടി വരികയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാമെന്നറിയോ? എന്താ? ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് മൈക്ക് ദ ബ്രേവ്. ഇയാളൊരു ഡെഞ്ചിയോൺ ഹണ്ടറാണ്. ഡെഞ്ചിയോൺ ഹണ്ടറോ എന്ന് വെച്ചാൽ ഡെഞ്ചിയോണിൽ പോയിട്ട് അവിടെയുള്ള മോൺസ്റ്റേഴ്സിനെയും അതുപോലെ ഒരുപാട് ഇവിൽ സ്പിരിറ്റ്സിനെയൊക്കെ കൊന്നു കളയുന്ന ആൾ. സോ എനിക്കെപ്പോഴെങ്കിലും പേടി വരികയാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും, എൻ്റെ കൂടെ മൈക്ക് ദ ബ്രേവ് ഉണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും പറ്റില്ല. സോ അങ്ങനെ നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് പേടിയൊന്നുമില്ല. പിന്നെ ഞാൻ നിനക്കൊരു സാധനം തരാം. ഇതാണ് ഹോളി ദ ഹീറോയിക്. ഹോളി ദ ഹീറോയിക്കോ? അതെ, ഇവളൊരു മന്ത്രവാദിനിയാണ്. ഇവൾ സ്പെൽസും കാസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈവിൽ സ്പിരിറ്റ്സിനെയും മോൺസ്റ്ററിനെയും ഹണ്ട് ചെയ്യും. സോ ഇവൾ നിൻ്റെ കൂടെ ഉള്ളുമ്പോൾ നിന്നെ ആരും തൊടില്ല. നിനക്കിനി പേടി വരികയാണെങ്കിൽ ഹോളി ഹീറോയിക് നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, ഇത് ഉറപ്പാണ്. സോ ആ ഷോട്ട് കട്ടിയതിനു ശേഷം നമ്മുടെ ലൂക്കാസും വില്ലും മാക്സിനെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ വില്ല് പറയുന്നുണ്ട്, നമ്മൾ ഇന്ന് വെക്നേനെ കണ്ടെത്തുമോ? തീർച്ചയായിട്ടും നമ്മളിന്ന് കണ്ടെത്തും. സോ അപ്പോൾ വില്ല് പറയുന്നുണ്ട്, ശരി, എന്നാൽ നീ ആ മ്യൂസിക് വെക്ക്, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ വാങ്ങിയിട്ട് വരാം, നിനക്ക് എന്തെങ്കിലും വേണോ? വേണ്ട. സോ അങ്ങനെ വില്ല് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൂക്കാസ്
നമ്മുടെ മാക്സിൻ്റെ ഫേവറേറ്റ് പാട്ട് റണ്ണിങ് അപ്പ് ദ ഹിൽ എന്ന പാട്ട് വെക്കുന്നുണ്ട്. സോ ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വില്ല് കോക്കൊക്കെ വാങ്ങി നടന്നു പോകുമ്പോൾ നമ്മുടെ റോബിനെ കാണുന്നുണ്ട്. റോബിനാവട്ടെ അവളുടെ കപ്പിളിനെ കാണാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് അവർ കുറേ കലാപരിപാടിയൊക്കെ നടത്തുന്ന നമ്മുടെ വില്ല് കാണുന്നുണ്ട്. വില്ലിൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ആ കോക്ക് നിലത്ത് വീഴുന്നുണ്ട്. ആ സൗണ്ട് കേട്ട് റോബി പുറത്ത് വന്ന് നോക്കുമ്പോൾ വില്ല് ഓടിപ്പോകുന്നതും കാണുന്നുണ്ട്. ഷേ. സോ ആ ഷോട്ട് കട്ടിയതിനു ശേഷം നമ്മുടെ ഡസ്റ്റിൻ എഡ്ഡിയുടെ ഗ്രേവ് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. സോ അവിടെയുള്ള ആ സ്റ്റോണിൽ ബേൺ ഇൻ ഹെൽ എന്നൊക്കെ അങ്ങനെ എഴുതി വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡസ്റ്റിൻ പറയുന്നുണ്ട്, സോറി എഡ്ഡി, അവരിങ്ങനെ ചെയ്യും, അവർക്ക് മടുക്കുന്നത് വരെ. സോ അപ്പോൾ അവിടേക്ക് ആ ബാസ്കറ്റ് ബോളത്തെ പിള്ളേർ വന്നിട്ട് ഡസ്റ്റിനെ വളയുന്നുണ്ട്. എന്നിട്ട് അവനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. സോ ഇതേ സമയത്ത് ബാക്കിയുള്ള എല്ലാവരും ഡസ്റ്റിന് കാത്തു നിൽക്കുന്നുണ്ട്. കാരണം ഈ പ്ലാനിൽ ഡസ്റ്റിനൊരു കീ റോളുണ്ട്. സോ അപ്പോൾ അവിടേക്ക് നമ്മുടെ 11 വരുന്നുണ്ട്. 11നെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ മൈക്ക് അവളെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ 11 പറയുന്നുണ്ട്, അല്ല ഡസ്റ്റിൻ ഇപ്പോൾ ഓക്കെ അല്ലേ, നിനക്കെന്താ തോന്നുന്നത്? ഡസ്റ്റിൻ അവന് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നത്, പക്ഷേ അവൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെ ഒരു വ്യത്യാസമുണ്ട്. അവന് കുറച്ച് പേടിയുള്ള പോലെയും അതുപോലെ ദേഷ്യം അങ്ങനെ ആക്കെ അവൻ്റെ മൈൻഡൊക്കെ പോയേക്കണ്. അപ്പോൾ 11 പറയുന്നുണ്ട്, അതെ ഓപ്പറിന് ഇതേ അവസ്ഥയാണ്. എത്ര കാലമാണ് നമ്മളിങ്ങനെ പോവുക, വെക്കിനെ എവിടെയെന്ന് പോലും നമുക്കറിയില്ല. ഇന്ന് വില്ലിന് എന്തൊക്കെയോ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. അതിനർത്ഥം വെക്കിനിക്ക് ഇവിടെ എവിടെയുണ്ട്, എന്തോ കൂടുതൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ അവസാനത്തെ ക്രൗളായിരിക്കും. നമ്മൾ വെക്കിനെ കണ്ടുപിടിക്കണം, എന്നിട്ട് ഇതിനൊരു അവസാനം വരുത്തണം. സോ അപ്പോൾ നമ്മുടെ 11 പറയുന്നുണ്ട്, ഇതെല്ലാം അവസാനിച്ചിട്ട് നമ്മളെന്താ ചെയ്യുക? ഇതെല്ലാം അവസാനിച്ചാൽ നമ്മൾ ഈ സ്ഥലം വിട്ട് പോവും, പുതിയൊരു സ്ഥലം കണ്ടെത്തും, 3 വെള്ളച്ചാട്ടവും അതുപോലെ നല്ല നല്ല സൗന്ദര്യമുള്ള സ്ഥലം, എന്നിട്ട് നമ്മൾ അവിടെ ജീവിക്കും ഒരുമിച്ചിട്ട്. അപ്പോൾ 11 ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം നീ ശരിക്കും പറയുന്നതാണോ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സത്യത്തിൽ നടക്കുമോ? അതെ, 3 വെള്ളച്ചാട്ടമുള്ള സ്ഥലം കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ടാണ്. പക്ഷേ ബാക്കിയുള്ളതെല്ലാം നടക്കും. വെക്കിനെ പോയാൽ പിന്നെ നമ്മൾ ആരാണ് തടയുക? നമ്മൾ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കും. സോ അപ്പോൾ നമ്മുടെ 11 ചിരിക്കുന്നുണ്ട്. സോ ആ ഷോട്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തയ്യാറാവുന്നുണ്ട്. ദ ക്രൗഡ് ഈസ് ബിഗിൻ. അപ്പോൾ ഹോപ്പർ പറയുന്നുണ്ട്, ടാഗ് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്. സോ അപ്പോൾ റോബിൻ പറയുന്നുണ്ട്, സ്റ്റീവ് നിനക്ക് എന്തെങ്കിലും സിഗ്നൽ കിട്ടുന്നുണ്ടോ? ടാഗ് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സ്റ്റീവ് ആ വീല് തിരിക്കുമ്പോൾ വീല് വർക്കാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊത്തം സെറ്റപ്പൊക്കെ നമ്മുടെ ഡസ്റ്റിൻ്റെ ഐഡിയ ആണ്. സോ ഇതെങ്ങനെ വർക്കാവുമെന്ന് ഡസ്റ്റിന് മാത്രമേ അറിയുള്ളൂ. ഡസ്റ്റിനാണെങ്കിൽ ഇവരുടെ കൂടെ ഇപ്പം ഇല്ല. സോ അപ്പോൾ വില്ല് പറയുന്നുണ്ട്, ആ വീലിൻ്റെ അടിയിൽ ഒരു സ്വിച്ച് ഉണ്ടാകും, ആ സെക്യൂരിറ്റി സ്വിച്ച് നിൽക്കാൻ മാത്രമേ അത് വർക്കാവുള്ളൂ. സോ സ്റ്റീവ് അപ്പോൾ വില്ല് പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട്. റേഞ്ച് കിട്ടുന്നുണ്ട്. എന്നിട്ട് സ്റ്റീവ് ആ വീല് തിരിക്കുമ്പോൾ അതിൻ്റെ പവർ കൂടിയിട്ട് 90 dB ആവുന്നുണ്ട്. സോ 90 dB ആയാൽ മാത്രമേ നമുക്ക് വാക്കി ടോക്കി വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പോൾ സ്റ്റീവ് പറയുന്നുണ്ട്, അതെ 90 dBയിൽ എത്തിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് വണ്ടി ഓടിക്കാനും അതുപോലെ ഇതിൽ ശ്രദ്ധിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഈ DB മോണിറ്റർ ചെയ്യാൻ ആരെങ്കിലും എൻ്റെ കൂടെ വരണം. സോ അപ്പോൾ നമ്മൾ വില്ല് പറയുന്നുണ്ട്, ഞാൻ വരാം, ഞാൻ ഡസ്റ്റിൻ്റെ കൂടെ ഇതുണ്ടാക്കുന്നതിൽ കൂടിയിരുന്നു, അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി കുറച്ചൊക്കെ അറിയാം. പക്ഷേ നമ്മുടെ ജോയ്സ് ആവട്ടെ ഇതിന് സമ്മതിക്കണില്ല. വേണ്ട, നീ ഇവിടെ നിന്നാൽ മതി. ജോനാഥൻ നിനക്കിത് നോക്കാൻ പറ്റുമോ? എനിക്കിത് നോക്കാൻ പറ്റും. അപ്പോൾ ഹോപ്പർ പറയുന്നുണ്ട്, ബോയ് എൻ്റെ ജീവൻ നിൻ്റെ കയ്യിലാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യ്. സോ അങ്ങനെ നമ്മുടെ ജോനാഥൻ സ്റ്റീവുമായിട്ട് ടീമപ്പ് ആവുന്നുണ്ട്. സോ സ്റ്റീവിൻ്റെയും ജോനാഥൻ്റെയും ഡ്യൂട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹോപ്പർ ഇപ്പോൾ ആ ട്രക്കിൽ കയറിയിട്ട് അപ്പ് സ്റ്റേറ്റ് ഡൗണിലേക്ക് പോവുകയാണെങ്കിൽ ജോയ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് രണ്ടുപേർക്കും കമ്മ്യൂണിക്കേറ്റ് വാക്കി ടോക്കിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സിഗ്നലിൻ്റെ ആവശ്യമുണ്ട്. ആ സിഗ്നൽ ഉണ്ടാക്കി കൊടുക്കലാണ് ഇവരുടെ രണ്ടുപേരുടെയും പണി. അത് ആ കാറിൽ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുക. സോ ഇപ്പോൾ ഹോപ്പർ അപ്പ് സ്റ്റേറ്റ് ഡൗണിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റീവ് റിയൽ വേൾഡിൽ അതേപോലുള്ള വഴി കൂടെ പോയിക്കൊണ്ടിരിക്കണം, എന്നാൽ മാത്രമേ ആ സിഗ്നൽ ഉണ്ടാവുകയുള്ളൂ. ഇനി മൈക്കിൻ്റെ ലൂക്കാസിൻ്റെ ഡ്യൂട്ടിക്ക് വരികയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരീക്ഷിക്കലാണ്. അതായത് ആ റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് എപ്പോഴാണ് ആ 3 ട്രക്സ് വരുന്നതെന്ന് ഇവരൊരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് നിരീക്ഷിക്കണം. ആ ട്രക്ക് ഏകദേശം എത്താറായാൽ ആ വിവരം ഹോപ്പറിനും കൈമാറണം. സോ ഇനി എങ്ങനെയാണ് ഹോപ്പർ ഈ റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് വരിക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഹോപ്പറിന് അടിയിൽ കൂടെയുള്ള അണ്ടർഗ്രൗണ്ട് ടണൽ വഴികളൊക്കെ അറിയാം. ആ വഴി ഉപയോഗിച്ചിട്ടാണ് ഹോപ്പർ ഈ റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് വരിക. സോ ഇപ്പം എല്ലാം ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇനി കഥയിലോട്ട് തന്നെ നടക്കാം. സോ ആ ഷോട്ട് കട്ടിയതിനു ശേഷം നമ്മുടെ ഹോളിക്കുട്ടീനെ കാണിക്കുന്നുണ്ട്. ഹോളിക്കുട്ടി അടിയിൽ നല്ല സൗണ്ട് ഇട്ടിട്ട് അടിയിലോട്ട് പോയി നോക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ അമ്മയും അച്ഛനും കൂടി തല്ലോടുന്നുണ്ട്. അവൾ വെറുതെ നിന്ന് സംസാരിക്കുകയായിരുന്നു. നിങ്ങൾ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അവൾക്ക് 5 വയസ്സല്ലേ ഉള്ളൂ. 5 വയസ്സോ?
അവൾക്ക് എത്ര വയസ്സാന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർ തല്ലോടുന്നുണ്ട്. സോ ഇത് കണ്ടപ്പോൾ നമ്മുടെ ഹോളിക്കുട്ടിക്ക് നല്ല വിഷമം വരുന്നുണ്ട്. അവളുടെ ബെഡിൽ പോയി കിടക്കുന്നുണ്ട്. സോ ആ ഷോട്ട് കട്ടിയതിനു ശേഷം നമ്മുടെ ഹോപ്പർ ടണൽ വഴി ആ റെസ്ട്രിക്റ്റഡ് ഏരിയയിലുള്ള ആരും ഉപയോഗിക്കാത്ത ഒരു കെട്ടിടത്തിലേക്ക് കയറുന്നുണ്ട്. സോ ഇതേ സമയത്താവട്ടെ നമ്മുടെ ലൂക്കാസും മൈക്കും എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. സോ അപ്പോൾ അവിടേക്ക് ആ ട്രക്ക് വരുന്നുണ്ട്. പിന്നെ രണ്ടുപേരും നടന്നു വന്നിട്ട് ആ ഗേറ്റ് ബേൺ ചെയ്യുന്നുണ്ട്. മെയിൻ വൈൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൂക്കാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അങ്ങനെ ഗേറ്റ് ഓപ്പൺ ആവുന്നുണ്ട്. ആ ഗേറ്റിലേക്ക് കയറാൻ വേണ്ടി 3 ട്രക്സും തയ്യാറായി നിൽക്കുന്നുണ്ട്. സോ ആ ഭാഗത്ത് മുഴുവൻ പുകയൊക്കെയാണ്. അതുകൊണ്ട് സോൾജേഴ്സ് എല്ലാം അവിടുന്ന് മാറിയിട്ടുണ്ട്. സോ അപ്പോൾ നമ്മുടെ മൈക്ക് വാക്കി ടോക്കി ഉപയോഗിച്ചുകൊണ്ട് ഹോപ്പറിന് മെസ്സേജ് നൽകുന്നുണ്ട്. സമയമായി, ആരുമില്ല, ഓൾ ക്ലിയർ. അങ്ങനെ നമ്മുടെ ഹോപ്പർ ആ ട്രക്കിൽ ഒരെണ്ണത്തിൽ കയറി പറ്റുന്നുണ്ട്. അങ്ങനെ ഈ 3 ട്രക്സും നേരെ അപ്സ്റ്റേറ്റ് ഡൗണിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. മീൻ വൈൽ നമ്മുടെ ജോനാഥനും സ്റ്റീവും സിഗ്നൽസൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇവരുടെ ഡ്യൂട്ടി എന്താണെന്ന് അറിയാമല്ലോ. അപ്സ്റ്റേറ്റ് ഡൗണിൽ ആ ട്രക്സ് പോകുന്ന അതേ വേഗത്തിൽ വേണം ഇവർ റിയൽ വേൾഡിൽ അതേ സ്ഥലത്ത് കൂടെ പോകാൻ. സോ അങ്ങനെ ഇപ്പോൾ ഇവർ കാത്തു നിൽക്കുകയാണ്. ഇവരുടെ കയ്യിലുള്ള മോണിറ്ററിൽ 90 dB ആവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. 90 dB ആയാലാണ് അവരെടുത്തെത്തുക. അങ്ങനെ ആ മോണിറ്ററിൽ 19 dB ആയപ്പോൾ കാറ് സ്റ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പീഡിൽ ആ ട്രക്കിൻ്റെ സെയിം ഡയറക്ഷനിൽ റിയൽ വേൾഡിൽ കൂടെ പോകുന്നുമുണ്ട്. സോ ഇപ്പം നമ്മുടെ ജോയ്സ് ഹോപ്പറിനോട് ചോദിക്കുന്നുണ്ട്, ഹോപ്പർ എല്ലാം ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നതെല്ലാം കേൾക്കാനുണ്ടല്ലോ? അതെ, എല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. സോ അങ്ങനെ കുറച്ച് നേരം പോയതിനു ശേഷം പെട്ടെന്ന് ആ ട്രക്കൊക്കെ ഇടിക്കുന്നുണ്ട്. അങ്ങനെ ജോയ്സും ഹോപ്പറും തമ്മിലുള്ള കണക്ഷൻ ജസ്റ്റ് ഒന്ന് പോകുന്നുണ്ട്. പക്ഷേ ജോനാഥൻ അത് റിക്കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 90 dB ഉണ്ടെങ്കിൽ മാത്രമല്ല 47 dB ആ റേഞ്ചിലും നമുക്ക് കണക്ഷൻ കിട്ടും. പക്ഷേ അതിലും കുറച്ച് 20 dB ഒക്കെ ആണെങ്കിൽ കണക്ഷൻ കിട്ടാത്തേ ഉള്ളൂ. അങ്ങനെ ജോയ്സ് ചോദിക്കുന്നുണ്ട്, ഹോപ്പർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണെന്ന് എനിക്കറിയില്ല, ഇവിടെ എല്ലാ വണ്ടി നിർത്തി വെച്ചേക്കുകയാണ്. സോ അപ്പോൾ അവിടേക്ക് ഒരു ഡെമോഗോർഗൻ വരുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ വില്ലിന് എന്തോ സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഡെമോഗോർഗന് കാണാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും വില്ലിനും കാണാൻ പറ്റുന്നുണ്ട്. സോ ആ ഡെമോഗോർഗൻ അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സിനെല്ലാം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതേ സമയത്ത് ഹോപ്പർ ഉണ്ടായിരുന്ന ട്രക്ക് അവിടുന്ന് പോകുന്നുണ്ട്. പക്ഷേ ആ ഡെമോഗോർഗൻ ആ ട്രക്കിനെ പിന്തുടർന്നിട്ട് ആദ്യത്തെ ഡ്രൈവറിനെ കൊല്ലുന്നുണ്ട്. സോ കുറച്ച് നേരത്തിന് ഒരു അനക്കം കേൾക്കാത്തതുകൊണ്ട് നമ്മുടെ ഹോപ്പർ ആ ട്രക്കിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ പുറത്ത് ആ ഡെമോഗോർഗനെ കാണാനില്ല. സോ ആ ഷോട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വില്ലിനെ കാണിക്കുന്നുണ്ട്. അവനാവട്ടെ ശരീരത്തൊക്കെ വിറച്ച് എന്തൊരു അവസ്ഥയിലാണ്. കാരണം ആ ഡെമോഗോർഗൻ്റെ ഒരു മൈൻഡിലാണ് ഇപ്പോൾ അവനുള്ളത്. ആ ഡെമോഗോർഗന് കാണാൻ പറ്റിയ എല്ലാ സാധനവും നമ്മുടെ വില്ലിനും കാണാൻ പറ്റുന്നുണ്ട്. സോ ഇപ്പോൾ ആ ഡെമോഗോർഗൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മൈക്കിൻ്റെ വീട്ടിലേക്കാണ്. സോ അപ്പോൾ നമ്മുടെ ജോയ്സ് ആവട്ടെ വേറെ വഴിയില്ലാതെ വില്ലിനെ അടിക്കുന്നുണ്ട്. വില്ലിനെ അടിച്ചടിച്ച് അതിൽ നിന്ന് അവനെ ഫ്രീ ആക്കുന്നുണ്ട്. സോ അതിന് പുറത്ത് വന്നപ്പോൾ നമ്മുടെ ജോയ്സ് വില്ലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. വിൽ, എന്താ സംഭവിച്ചത്? ഞാൻ കണ്ടു. എന്ത്? ഡെമോഗോർഗൻ അത് മൈക്കിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. സോ ഇത് കേട്ടപ്പോൾ നമ്മുടെ നാൻസി എലവനും നാൻസിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നാൻസി റോബിനോട് പറയുന്നുണ്ട്, റോബിൻ നീ എല്ലാ കാര്യം നോക്കിക്കോളാം, ബോയ്സിൻ്റെ കാര്യം അതുപോലെ ഹോപ്പറിൻ്റെ കാര്യവും. പിന്നെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് അവിടെയുള്ള എല്ലാവരോടും പുറത്തു പോകാൻ പറയും എന്ന് പറഞ്ഞിട്ട് നാൻസി ഇവിടുന്ന് പോകുന്നുണ്ട്. സോ ആ ഷോട്ടോടെ കട്ടിയതിനു ശേഷം മൈക്കിൻ്റെ വീടാണ് കാണിക്കുന്നത്. മൈക്കിൻ്റെ അച്ഛനാവട്ടെ രാത്രി ഗോൾഫ് കളിക്കുന്നുണ്ട്. മൈക്കിൻ്റെ അമ്മയാവട്ടെ കള്ള കുടിച്ച് ആകതായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഹോളിക്കുട്ടി ആവട്ടെ അവളുടെ റൂമിൽ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടുത്തെ ലൈറ്റൊക്കെ മിന്നുന്നുണ്ട്. അവളുടെ റൂഫിൽ നിന്ന് ഒരു ഡെമോഗോർഗൻ അങ്ങോട്ട് വരുന്നുണ്ട്. സോ ഇതിനെ കണ്ടിട്ട് നമ്മുടെ ഹോളിക്കുട്ടി ചീറുന്നുണ്ട്. സോ ഇവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ എപ്പിസോഡ് 1 എൻഡ് ആവുന്നത്.